യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. കഴിഞ്ഞ കാൽനദീപം വചനധ്യാന എപ്പിസോഡിൽ കല്ലറ വിടുവാൻ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ദൂതൻ നൽകുന്ന ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് ഓടുന്ന മറിയയെ വഴിയിൽ എതിരേറ്റ് നിയോഗം കൈമാറുന്ന യേശുക്രിസ്തുവിനെയും നാം കാണുകയുണ്ടായി. പേടിച്ചിരിക്കുന്ന ശിഷ്യന്മാരോട് ഗലീലയ്ക്ക് പോകുവാനുള്ള നിയോഗം മഗ്ദലക്കാരത്തി മറിയ കൈമാറി. അങ്ങനെ ശിഷ്യന്മാർ ഗലീലയിലെത്തി യേശുവിനെ കാണുന്നു. എന്നാൽ ഇന്നത്തെ അല്പസമയത്തെ വചനധ്യാനത്തിനായിട്ട് ഗലീല നൽകുന്ന ആത്മീയ ഉൾക്കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. 16-ാം വാക്യം, ശിഷ്യന്മാർ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. ആ മല എവിടെയാണ്? ഗലീലയിലെ ഒരു മലയ്ക്ക് പോയി. അങ്ങനെയാണെങ്കിൽ ഗലീല അനുസരണത്തിന്റെ ഇടമാണ്. ഗലീല നൽകുന്ന ആദ്യത്തെ ആത്മീയ ഉൾക്കാഴ്ച ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ കൽപ്പനകൾ അനുസരിക്കുവാനുള്ള മനസ്സിനെ കാണിക്കുന്നു. ഈ ശിഷ്യന്മാരുടെ ഇപ്പോഴത്തെ, അതിന് തൊട്ടു മുമ്പഴത്തെ അവസ്ഥ നമുക്കറിയാം. പേടിച്ച് ഭയപ്പെട്ട് സകല പ്രതീക്ഷകളും കൈവിട്ട് മുറിക്കുള്ളിൽ അടച്ചിരിക്കുന്ന അവരോടാണ് മഗ്ദലക്കാരത്തി മറിയ വന്നിട്ട് പറയുന്നത്, യേശു കർത്താവിനെ ഞാൻ കണ്ടു, യേശു കർത്താവിനോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. യേശു കർത്താവ് നിങ്ങൾ ഗലീലയിൽ എത്തുവാൻ, അവിടെ നിങ്ങളെ കാണുവാൻ യേശു നിൽക്കുന്നു എന്ന വാർത്ത പറയുവാൻ എന്നെ പരമേൽപ്പിച്ചു എന്ന് പറഞ്ഞു. മറിയ പറഞ്ഞതിനെ അതുപോലെ അനുസരിക്കുന്ന ശിഷ്യഗണത്തെയാണ് നാം ഇവിടെ കാണുന്നത്. അവർക്ക് വേണമെങ്കിൽ പട്ടാളക്കാരെ ഭയപ്പെടാം, റോമ ഗവൺമെന്റിനെ ഭയപ്പെടാം. എന്നാൽ ആ ഭയമെല്ലാം മറിയയുടെ ആ ഒരു സംഭാഷണത്തിലൂടെ അവർക്ക് മാറുകയും ദൈവം കൽപ്പിച്ചതിനെ, യേശു കർത്താവ് അവരോട് ആവശ്യപ്പെട്ടതിനെ അവർ അനുസരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഗലീല സമാനമായ ആത്മീയ അനുഭവം അനുസരണത്തിന്റെ ഇടമാണ് 28-16. അവിടെ ചെല്ലുമ്പോൾ 28-ന്റെ 18-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, യേശു അവരോട് അടുത്തു ചെന്നു. യേശു അവരോട് അടുത്തു ചെല്ലുന്നതിന് മുമ്പ് നമുക്ക് മനസ്സിലാക്കാം, യേശു അവരെ കാത്തു നിൽക്കുകയാണ്. ഹി ഈസ് വെയിറ്റിംഗ് ഫോർ ഹിസ് ഡിസൈപ്പിൾസ്. അങ്ങനെയാണെങ്കിൽ ഗലീല നൽകുന്ന രണ്ടാമത്തെ ആത്മീയ ഉൾക്കാഴ്ച നമ്മെ കാത്തു നിൽക്കുന്ന ഇടമാണ് ഗലീല. നമ്മുടെ ജീവിതത്തിലും വ്യത്യസ്തമായ അനുഭവങ്ങളിൽ കൂടെ, അത് സന്തോഷകരമോ സങ്കടകരമോ ഭയപ്പെടുത്തുന്നതോ ആയിക്കൊള്ളട്ടെ, ആ അനുഭവങ്ങളിലൊക്കെയും നമ്മെ കാത്തു നിൽക്കുന്ന, നമ്മളോടൊന്ന് സംവേദിക്കാൻ കാത്തു നിൽക്കുന്ന യേശുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഗലീല ഉദ്ധിതൻ കാത്തു നിൽക്കുന്ന ഇടമാണ്. ഇപ്പോൾ നാം വായിച്ച 18-ാം വാക്യത്തിൽ യേശു അവരോട് അടുത്തു ചെന്നു. അങ്ങനെയെങ്കിൽ ഗലീല നൽകുന്ന മറ്റൊരു സന്ദേശം, ദൈവവും മനുഷ്യനുമായി അകലം വിട്ട് അടുക്കുന്ന ഇടമാണ് ഗലീല. കല്ലറയിൽ നിന്നാൽ ഇതൊന്നും സാധ്യമാവുകയില്ല. കല്ലറ കർമ്മങ്ങളുടെ ഇടമാണ്. കല്ലറ പ്രവൃത്തികൾ ചെയ്യുന്ന ഇടമാണ്. വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിലേക്ക്, വിശ്വാസത്തിന്റെ നിയോഗങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഇടമാണ് ഗലീല. യേശു അവരോട് അടുത്ത് ചെല്ലുകയാണ്. ഭയപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാർക്ക് യേശുവിൻ്റെ അടുത്തുള്ള സാമീപ്യം നൽകുന്ന ധൈര്യം എത്ര മാത്രമാണെന്ന് പിൽക്കാല ചരിത്രം നമ്മെ തെളിയിച്ചിട്ടുണ്ട്. പേടിച്ചിരുന്നവർ ലോകത്തിന്റെ 5 വൻകരകളിലേക്കും ധൈര്യത്തോടെ ഈ ഉയർപ്പിന്റെ സുവിശേഷവുമായി പായുന്ന കാഴ്ചയാണ് പിന്നീട് നാം കാണുന്നത്. ഒരുപാട് പറയുകയാണെങ്കിൽ, എന്തിന് അധികം പറഞ്ഞാൽ, യേശുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുവാൻ വരെ എല്ലാവരും തയ്യാറായത് ഈ യേശുവിൻ്റെ സാമീപ്യത്തിൽ നിന്ന് അവർക്ക് കിട്ടിയ ധൈര്യവും പ്രോത്സാഹനവുമാണ്. 18-ാം വാക്യം വീണ്ടും തുടരുന്നു. യേശു കർത്താവ് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന്. ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ അധികാരം എന്തെന്ന് തിരിച്ചറിയുന്ന ഇടമാണ് ഗലീല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നാം ഇത്ര സങ്കടപ്പെടുകയും ഭീരുക്കളായും തീരുന്നത് എന്തുകൊണ്ടാണ്?
നമുക്ക് വല്ലഭന്റെ സർവശക്തന്റെ അധികാരത്തെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് നാം അവനെ ലിമിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം ഉപകരിക്കുന്ന ഒരു ചെറിയ പരിധി നാം ഉണ്ടാക്കിക്കൊണ്ട് അതിനകത്ത് ദൈവത്തെ നാം പ്രതിഷ്ഠിക്കുകയാണ്. എന്നാൽ ഉദ്ധിതനായ ക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആരാണ് ഉയർത്തെഴുന്നേറ്റവന് ഈ അധികാരം കൊടുത്തത്? പിതാവായ ദൈവമാണ് ഈ അധികാരം കൊടുത്തത്. എന്തുകൊണ്ടാണ് ഇത് അധികാരം കൊടുത്തത്? ജീവപര്യന്തം അനുസരണം കാണിച്ചവന് കൊടുത്ത അധികാരമാണ്. ന്യായവിധിയുടെ ഉൾപ്പെടെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് യേശു കർത്താവ് ധൈര്യത്തോടെ ശിഷ്യന്മാരോട് പറയുകയാണ്. അങ്ങനെയെങ്കിൽ ഗലീല നൽകുന്ന മറ്റൊരു ആത്മീയ ഉൾക്കാഴ്ചയാണ് ഉയർത്തെഴുന്നേറ്റവന്റെ സർവശക്തന്റെ പരിധിയില്ലാത്ത അധികാരം മനസ്സിലാക്കുവാനുള്ള ഇടം. ആ അധികാരം എത്ര വലുതാണ്! അവന് സ്വർഗത്തിൽ അധികാരമുണ്ട്, അവന് ഭൂമിയിൽ അധികാരമുണ്ട്, അവന് സമുദ്രത്തിൽ അധികാരമുണ്ട്, അവന് കാലാവസ്ഥയിൽ അധികാരമുണ്ട്, അവന് നമ്മുടെ ജീവിതത്തിൽ അധികാരമുണ്ട്. സമസ്ത മേഖലകളിലും അധികാരമുള്ള ഒരുവനെയാണ് നാം അപ്പ, പിതാവേ എന്ന് പറയുന്നത്. അതിനുശേഷം യേശു കർത്താവ് അവരോട് പറയുകയാണ്, ആകയാൽ നിങ്ങൾ പുറപ്പെടുക. എന്താണ് ആകയാലിന്റെ അർത്ഥം? അധികാരം തന്നവനാണ് ഞാൻ. നിയോഗം കൈമാറുന്നതും നിയോഗം ഏൽപ്പിക്കുന്നതും അധികാരമുള്ളവനാണ്. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെടുക. ഈ അധികാരം കൈപ്പറ്റിയ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പുറപ്പെട്ട് സ്നാനം കഴിപ്പിക്കുകയും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ചെയ്യുക. അങ്ങനെയെങ്കിൽ ഗലീല നൽകുന്ന മറ്റൊരു ഉൾക്കാഴ്ച നിയോഗ കൈമാറ്റത്തിന്റെ ഇടമാണ്. ഇവിടെ ആർക്കാണ് നിയോഗം കൈമാറി കിട്ടിയത്? ഭയന്നിരുന്നവർക്ക്, പേടിച്ചിരുന്നവർക്ക്, സംഭ്രമത്തിന് അടിമപ്പെട്ടിരിക്കുന്നവർക്ക്. അങ്ങനെയെങ്കിൽ ഈ കാലത്തിലും ഭയത്തിനും നിരാശയ്ക്കും അടിമപ്പെട്ട അനേകം ജീവിതങ്ങൾ യേശുവിന് പ്രയോജനപ്പെടേണ്ടതാണ്, ദൈവത്തിന് പ്രയോജനപ്പെടേണ്ടതാണ്. അവരെ ഗലീലയിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്തമാണ് നാം ഏറ്റെടുക്കേണ്ടത്. ഭയത്തിനടിമപ്പെട്ടവരെ കല്ലറയിൽ നിന്ന് ഗലീലയിൽ എത്തിച്ചാൽ ഗലീല ഒരുപാട് ഉൾക്കാഴ്ചകൾ നൽകുന്നുണ്ട്. നിയോഗങ്ങൾ എടുക്കുന്ന ഇടമാണ് ഗലീല. 28:20 അങ്ങനെയാണ് പറയുന്നത്, സകല ജാതികളെയും ശിഷ്യരാക്കുവാനുള്ള നിയോഗം. ഒടുവിലായിട്ട് 28:20 ഇങ്ങനെ അവസാനിക്കുന്നു, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ ഇരിക്കും. ഗലീലയിൽ എത്തിയത് കൊണ്ട് ശിഷ്യന്മാർക്ക് കിട്ടിയ മറ്റൊരു ധൈര്യം, സംരക്ഷണത്തിന്റെ ഉറപ്പ്. ഞാൻ ദൈവത്തിന്റെ കരങ്ങളിൽ സംരക്ഷിതനാണ്. ഞാൻ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ ഇരിക്കും. ഞാൻ ഇന്നിരിക്കും നാളെ ഇരിക്കുമെന്നല്ല, ലോകം അവസാനിച്ചാലും നിത്യതയോളം നിങ്ങളുടെ കൂടെ ഇരിക്കാമെന്നുള്ള കർത്താവിന്റെ ഉറപ്പ് കല്ലറയിൽ കിട്ടുകയില്ല. ആ ഉറപ്പ് കിട്ടണമെങ്കിൽ കല്ലറ സമാനമായ വിശ്വാസത്തിൽ നിന്ന് നാം ഗലീലയിൽ എത്തേണ്ടിയിരിക്കുന്നു. എത്ര മഹത്തരമായ ആത്മീയ സത്യങ്ങളാണ് ഗലീലയ്ക്ക് നൽകുവാനുള്ളത്. മുറിയിൽ അടച്ച് പൂട്ടി പദം പറഞ്ഞിരുന്ന ശിഷ്യന്മാരെ ഒന്ന് എനർജൈസ് ചെയ്തിട്ട്, അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ട് മഗ്ദലക്കാരത്തി മറിയ അവരെ ഗലീലയിൽ എത്തിച്ചപ്പോൾ അവർക്ക് ലഭിച്ച ഉൾക്കാഴ്ചകൾ. ഗലീല അനുസരണത്തിന്റെ ഇടമാണ്, ഗലീല നിയോഗത്തിന്റെ ഇടമാണ്, ഗലീല പരമാധികാരം മനസ്സിലാക്കുന്ന ഇടമാണ്, ഗലീല യേശുവിനെ അടുത്ത് കാണുന്ന ഇടമാണ്, ഗലീല സർവശക്തനായ ദൈവം മനുഷ്യന് നൽകുന്ന സംരക്ഷണത്തിന്റെ ഇടമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഗലീലകളെ നമുക്ക് ഇന്ന് പകൽക്കാലം ഒന്ന് പരിശോധിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഗലീലകളായി മാറട്ടെ. ഗലീലയിൽ യേശു കർത്താവ് നമ്മുടെ അടുത്ത് വരികയാണ്. യേശു കർത്താവ് തന്റെ അധികാരം നമ്മളിലേക്ക് കൈമാറിച്ചെരികയാണ്. യേശു കർത്താവ് തന്റെ നിയോഗം നമ്മൾക്ക് തരികയാണ്. ഭയപ്പെടേണ്ട എന്ന് പറയുകയാണ്. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്ന ഇടമാണ് ഗലീല. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഗലീല ഉണ്ടാകട്ടെ. ഗലീല നമ്മളെ ശക്തരാക്കട്ടെ. ഗലീല നമ്മളെ നിത്യതയോളം എത്തിക്കട്ടെ. ഈ വചനങ്ങൾ നമുക്ക് ധൈര്യവും ശക്തിയും പകരട്ടെ.